മികവുറ്റ സെലക്ഷനുകൾ, അതും മറ്റെവിടെയും ലഭിക്കാത്ത വിലകളിൽ. സൻഹ ഫാഷൻ, തിരൂർ. നമസ്കാരം, വെട്ടൻ ന്യൂസ് ഓൺ ടൈമിലേക്ക് സ്വാഗതം. കല്യാണം ഇനി വേറെ ലെവൽ. ബാസിദ് വെഡിംഗ് മാൾ, ബാസിദ് ആർക്കേഡ്, പൂങ്കോട്ടുകുളം, തിരൂർ. മന്ദാരം പബ്ലിക്കേഷൻസ് ലിറ്ററേച്ചർ ഓഫ് ലവ് സാഹിത്യ സംഗമവും 2 സാഹിത്യകൃതികളുടെ പ്രകാശനവും അവാർഡ് വിതരണവും കോട്ടയം പബ്ലിക് ലൈബ്രറി ഹാളിൽ നടന്നു. മുൻ മന്ത്രി തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ MLA ഉദ്ഘാടന കർമ്മവും പുസ്തക പ്രകാശനവും നിർവഹിച്ചു. എഴുത്തുകാരെ പരിചയപ്പെടുത്തുന്ന കൃതിയും കർത്താവും 3-ാം ഭാഗവും, മഴ തോരും മുമ്പേ എന്നീ 2 പുസ്തകങ്ങളുടെ പ്രകാശനമാണ് നടന്നത്. മന്ദാരം ബ്രാൻഡ് അംബാസിഡറും ചലച്ചിത്ര താരവുമായ രമാദേവിയുടെ അധ്യക്ഷതയിൽ നടന്ന പരിപാടിയിൽ മുൻ മന്ത്രി തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ MLA ഉദ്ഘാടന കർമ്മവും പുസ്തക പ്രകാശനവും നിർവഹിച്ചു. ഈ പുസ്തകം ഞാൻ മന്ദാരം പബ്ലിക്കേഷൻസിന്റെ യോഗത്തിൽ ഇതിനു മുമ്പ് പങ്കെടുത്തിട്ടുണ്ട്. അത് എനിക്ക് വളരെ സന്തോഷമുള്ള, കാരണം ഈ കാലഘട്ടത്തിൽ പബ്ലിഷർ നല്ല കഷ്ടപ്പാടുണ്ടെങ്കിലേ പിടിച്ച് നിൽക്കാൻ പറ്റുമോ. നമ്മളൊരു ട്രാൻസിഷൻ പീരീഡിൽ നിൽക്കുകയാണ്. പ്രിന്റഡ് മീഡിയയും ഡിജിറ്റൽ മീഡിയയും ഒരു ട്രാൻസിഷൻ പീരീഡിലാണ്. അപ്പോൾ അതുകൊണ്ട് എന്താ വരുന്നത്, ആളുകളെല്ലാം പ്രത്യേകിച്ച് പുതിയ തലമുറ ഡിജിറ്റൽ യുഗത്തിലേക്ക് പോകണമെന്ന് നമ്മൾ പ്രോത്സാഹിപ്പിക്കുകയും അവരാഗ്രഹിക്കുകയും ചെയ്യുകയാണ്. അപ്പോൾ പ്രിന്റ് മീഡിയയിൽ, പ്രിന്റ് രംഗത്ത് നിൽക്കുന്ന പബ്ലിക്കേഷൻസ് അനുഭവിക്കേണ്ടി വരുന്ന വിഷമം വളരെ വലുതാണ്. സീനിയർ വികാരി ജനറൽ ഫാദർ മാത്യു ജോൺ മുഖ്യാതിഥിയായിരുന്നു. സാഹിത്യം നല്ല സമൂഹത്തെയും സംസ്കാരത്തെയും വളർത്തിയെടുക്കാൻ കഴിയുന്ന ഏറ്റവും നല്ലൊരു മേഖലയാണെന്ന് ഫാദർ അഭിപ്രായപ്പെട്ടു. ഫാദർ മാത്യു ജോൺ, കവി എളവൂർ വിജയൻ എന്നിവർ പുസ്തകങ്ങൾ ഏറ്റുവാങ്ങി. സാഹിത്യവും സംസ്കാരവും സഹജീവികളോടുള്ള സ്നേഹവും പുതുതലമുറയിൽ വളർത്തിക്കൊണ്ടുവരുന്നത് ഈ കാലഘട്ടത്തിൽ ആവശ്യമാണെന്നും സ്നേഹത്തിനു വേണ്ടിയുള്ള സാഹിത്യത്തിന്റെ പ്രാധാന്യത്തെക്കുറിച്ചും മന്ദാരം ഡയറക്ടറും എഴുത്തുകാരനുമായ റഷീദ് വെന്നൂർ ആമുഖ ഭാഷണത്തിൽ പറഞ്ഞു. കവി ഫ്രെഡി പൗലോസ്, കവിയത്രി ഷീന മനോജ് എന്നിവർ പുസ്തകങ്ങളെ പരിചയപ്പെടുത്തി. കവി പാലോട് ജയപ്രകാശ്, കവി എളവൂർ വിജയൻ എന്നിവരുടെ കാവ്യാലാപനവും ശ്രദ്ധേയമായി. ജേർണലിസ്റ്റ് റിയാസ് എസ് ഖാൻ, ഡോക്ടർ ക്ലാരി ടോമി, മറ്റു സാഹിത്യരംഗത്തെ പ്രമുഖരും സാംസ്കാരിക രാഷ്ട്രീയ മേഖലയിലുള്ള പ്രമുഖ വ്യക്തികളും സംസാരിച്ചു. കേരളത്തിന്റെ 14 ജില്ലകളിൽ നിന്നായി 100ഓളം കവികളും എഴുത്തുകാരും പങ്കെടുത്ത പരിപാടിയിൽ കവിയത്രിമാരായ ശ്രുതി ലിജിൻ കണ്ണൂർ സ്വാഗതവും ബിസ്മി ശശി നന്ദിയും പറഞ്ഞു. വെട്ടൻ ന്യൂസ്, തിരൂർ.